പറഞ്ഞു. അതായത് എല്ലാം പതുക്കെ സ്ലോയില് ഈ ചിഹ്നം ഇവിടെ മുട്ടിക്കണം, ഈ കഴുത്ത് ബാക്കിൽ മുട്ടിക്കണം, എന്നിട്ട് വീണ്ടും അതേ സെയിം റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 10 തവണ ചെയ്യുക. പിന്നെ സൈഡ് ഈ ചിൻ വന്ന് ഈ ഷോൾഡറിൽ ടച്ച് ചെയ്യണം. പറ്റുന്നത്ര ചെയ്താൽ മതി, മുഴുവൻ മുട്ടിക്കണമെന്നില്ല, പറ്റുന്നത്ര ചെയ്താൽ മതി. എന്ത് പറ്റി? നേരത്തെ ഞാൻ വിചാരിച്ചു ഇവള് പറഞ്ഞു ബിഗ് ബോസ് ഇവിടുത്തെ ഇന്റർലോക്കുള്ള ഈ ബിഗ് ബോസിൽ കാണണോ? പിന്നെ ബിഗ് ബോസ് ഒന്നും കാണുന്നില്ലല്ലോ. അനിഷേട്ടൻ കാണിച്ചത് ഓഫ് ചെയ്യണോന്നോ? ഓഫ് ചെയ്യണോ? ചൂടായി ചൂടായില്ലടി. ഇത്രയും പറ്റൂല നിനക്ക്. വല്ല ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് 6 നീ ഇതിൽ സെറ്റിങ്സ് എന്തിനാ മാറ്റിയത്? അതൊന്നും മാറ്റണ്ട. റീസെറ്റ് കൊടുക്കട്ടെ. ഇനി ഓഫായില്ല. ഇത് 1/2 മിനിറ്റ് വെച്ചുള്ള ആകെ. വല്ലതും അറിഞ്ഞും കൂടാ എല്ലാത്തിനും ചെയ്തൊന്നും പോരാ. 5 മിനിറ്റ് 5.5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. 6 മിനിറ്റ് വെച്ചിട്ടുണ്ട്. തിളക്കിട്ടെ അല്ല, ഇച്ചിരി ചൂട് വേണം. അല്ലെങ്കിൽ തന്നെ നേരത്തെ നടക്കുന്ന ആളാ. ആണോ? ബെഡ് നോക്കി ചിരിക്കുന്നു. ബെഡ് നോക്കി ചിരിക്കുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ നോക്കാം. സാരമില്ല, ഞാനുണ്ട്. വിഷമിക്കണ്ട, ഞാനുണ്ട്. നിങ്ങളുടെ കട്ടിലിന് ലോക്ക് ചെയ്ത് കിടക്കാം. ലോക്ക് ചെയ്യാൻ മുട്ടത്. ഓ അങ്ങനെ. ഓക്കെ. അപ്പൊ പിന്നെ അനങ്ങി അറിയുമല്ലോ. അതൊരു തന്ത്രം. ജാഗ്തേരോ. ഞാൻ നിങ്ങളെ വാച്ച്മാൻ ആകാൻ എനിക്ക് ഉറക്കം വരത്തില്ല. വാച്ച്മാൻ എന്നൊക്കെ. വാച്ച് ഗേൾ. ഇത് ഹീബ്രു ആണോ? യെസ്. ഓ, എല്ലാം അറിയാം. യു നോ എവറിത്തിങ്. ഹി നോസ് എവറിത്തിങ്. ഹീബ്രു എങ്ങനെ അറിയാം? എല്ലാം പഠിച്ചിട്ടുണ്ട്. ഐ ഡു ജൂയിഷ് നൈറ്റ് ടൂർ ഫോർട്ട് കൊച്ചിയില്. കുറെ കഥകളുണ്ട്. കബാലിസ്റ്റിനെ പറ്റി കേട്ടോ? Interesting story. Jewish Kabbalah. I know Kabbalah. Mysticism. It's about number. It's a religion, but number oriented religion. നെവിൻ, നിങ്ങൾ മൈക്ക് ധരിക്കുക. അപ്പൊ ഈ പറഞ്ഞതൊക്കെ വേസ്റ്റ്. ബിഗ് ബോസ് എനിക്ക് ഇങ്ങനെയുള്ള എനിക്ക് ഇങ്ങനെയുള്ള ഈ സ്വർഗത്തില് ഇത് നിങ്ങളെ സ്വർഗം അത് അപ്പുറത്തേക്ക് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഇങ്ങനെയുള്ള ഒരു കൂടിയിട്ട് കൊട്ടാരത്തിൽ താമസിക്കാട്ടി നല്ലത് എന്നെ പിടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇവരുടെ ആരുടെ കൺവെർട്ടില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഇടും. അല്ലെങ്കിൽ എന്നെ കൺഫെഷൻ ഒന്ന് മാറിക്ക്. നിങ്ങളെ ഞാൻ വിളിച്ചോ ഇങ്ങോട്ടേക്ക്? ഇല്ലല്ലോ, വിളിച്ചില്ലല്ലോ. അതെ, എന്റെ മുഖത്തൊക്കെ ചിരിക്കാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടോ? ഹോട്ട് സീറ്റിൽ തന്നെയല്ലോ, പുഴുകുന്ന സീറ്റിലല്ല ഞാനിപ്പോ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ബിഗ് ബോസിലാണ്. എക്സ്ക്യൂസ് മീ ലേഡി. എക്സ്ക്യൂസ് മീ ബോയ്. ഞാൻ മറന്നുപോയി. മറക്കും. എന്റെ കണ്ണിലെ പവർ നിനക്ക് സഹിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് വൈ. ഇങ്ങോട്ടേക്ക് വന്നേ. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ. ഇങ്ങോട്ടേക്ക് മാറി നിൽക്കേ. നിങ്ങളുണ്ടല്ലോ മൈക്കിട്ടുണ്ടെങ്കിൽ വൈറലാവുന്ന ഡയലോഗ് ആയിരുന്നു. അല്ല, വെറുതെ ചിരിക്കാലോ, ആക്കി ചിരിക്കാം. ഒന്ന് കുളിക്കാലോ.
ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പറയുമ്പോഴത്തേക്ക് റീക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ പറയുമ്പോഴത്തേക്ക് എന്റെ രീതിയിൽ പ്രവർത്തിക്കണം. ഞാൻ കീ കൊടുക്കണ പാവയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന കേൾക്കണം. ഞാൻ കീ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ നിന്റെ മോളല്ല. അയ്യോ മോളാവാൻ പറ്റിയ സാധനം. ഞാൻ നിന്റെ മോളല്ല. നിങ്ങളുടെ വിചാരം മോളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്റെ മോളാവാൻ പോകുന്നില്ല. എന്തിനാ സമാധാനം തരോ? ഇത് ഒരു മിനിറ്റ് അല്ല, ഇത് നിങ്ങളെ കൊണ്ടൊന്ന് കടത്താൻ പറ്റുമോ? അതെ, ഈ ഒരു വസ്തു, ഈ ഒരു വസ്തു എന്റെ പൊന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക്. എന്റെ പൊന്ന് രേണു ചേച്ചി, ഒന്ന് ആ കൺപീലികൾ ഒന്ന് അടച്ച് കിടക്കൂ. ഞങ്ങൾക്ക് നോക്ക്, ഇങ്ങോട്ടേക്ക് മുഖം തിരിക്കും. ഒന്ന് പോയി കിടക്കാമോ? എന്റെ സ്പേസിൽ നിന്ന് മാറി നിൽക്കും. നാട്ടുകാർ പലതും പറഞ്ഞു. എനിക്കറിയാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നിങ്ങൾ എന്തിനാ വന്നത് ഇവിടെ? ഞാൻ വിളിച്ചിരുത്തിയതാ. ഇത് നമ്മൾ ഉറക്കം നോക്കുന്നവരല്ലേ? ഈ ചെയ്യാൻ വേണ്ടി വന്നാണ്. ഇല്ല, ഞാൻ ഇടയ്ക്ക് ഒരു ഉറങ്ങുന്നുണ്ടോ വിളിക്കാം. എന്നാൽ ഉറക്കം നടിക്കുന്നവരെ വിളിച്ചെണീപ്പിക്കാൻ പറ്റത്തില്ല. പുതിയ ഡയലോഗ് ഇതൊക്കെ ഒരുപാട് പഠിച്ചില്ലേ? 100 വർഷം മുമ്പുള്ള ഇതൊക്കെ. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക നിങ്ങളെ ഇളക്കാൻ നിൽക്കരുത്. എനിക്കുണ്ട്. ഒരു മിനിറ്റ് ഇത് കുറച്ചൊന്ന് ഒരു മിനിറ്റ്. എന്താ? ഞാൻ എവിടെ സീന് വെച്ചെന്ന് പറയുന്നത് നിങ്ങള്? എവിടെ? വാട്ട്? എനിക്കില്ല അത്. ഇതൊക്കെ എന്ത് വേണേലും ആയിക്കോട്ടെ, അവനെ മുഖത്ത് തുപ്പിയ മോളെ ഞാൻ നോക്കൂല തിരിഞ്ഞ്. എന്ത് സഹിക്കാം? ആട് പോയി കച്ചറുണ്ടാക്കാൻ ആക്റ്റീവായി പൊളിക്കും. ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിന്റെ. ഇവിടെ ഞാൻ മാത്രമാണ് എന്റെ ശബ്ദമാണോ ഉയർന്നു കേട്ടത്? എന്റെ ശബ്ദമാണ് ഉയർന്നു കേട്ടത്. പറഞ്ഞത് 12 മണിക്കല്ല. നിങ്ങൾ ഇപ്പൊ തൽക്കാലം പോയി കിടന്നുറങ്ങുക. ഇത് എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റിയ ബെഡ്റൂം അല്ല ഇത്. അതുകൊണ്ട് ഞാൻ ആക്റ്റീവ് ആയില്ല. എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റിയ സ്ഥലങ്ങൾ വേറെ ഉണ്ട്. അവിടെ ഞാൻ ആക്റ്റീവ് കേട്ടോ. നീ ബെഡ്റൂമിൽ ആക്റ്റീവ് ആക്കല്ലേ എന്നെ. നിനക്ക് വെള്ളം വയ്ക്കണമെങ്കിൽ അവിടെ പോ. വെളി നിന്നെ തൊടുന്നില്ല ആരും. നിന്നെ പുതച്ചു തരാ. നിന്നെ പുതപ്പിക്കാനുള്ള പരിപാടി. അവന് ശരിയായി. എന്താ പോവാൻ?